ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. യോന 1:6. കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മ ഇന്ന് പ്രഭാതത്തിൽ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവിക അരുളപ്പാടുകൾക്ക് വിരുദ്ധമായി യോന യാത്ര ചെയ്തു പോകുമ്പോൾ ആ കപ്പലിന് നേരെ പെരുങ്കാറ്റടിക്കുവാനായി തുടങ്ങി. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം വലിയ കോളുണ്ടായി. ഇത് കപ്പലിനകത്ത് യാത്ര ചെയ്യുന്ന മുഴുവൻ പേരെയും പ്രാർത്ഥിക്കാനും പുറകിലോട്ട് തിരിഞ്ഞു നോക്കുവാനും ഒരിക്കൽ കൂടെ തങ്ങളെ തന്നെ ശോധന ചെയ്യുവാനുമൊക്കെ ഇടയായി തീർന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ, അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങുമ്പോൾ കപ്പൽ പ്രമാണി അടുത്ത് വന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളെ യോനയോട് പറഞ്ഞിട്ട് പറയുന്ന വാക്കുകളാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. പ്രിയരെ, പെരുങ്കാറ്റടിച്ചു കയറുമ്പോൾ, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം വലിയ കോളുണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കപ്പൽ പ്രമാണി പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ്. ആമേൻ. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ ഉണർന്നു കഴിഞ്ഞു. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഉണരാത്ത, അഥവാ കുറെ കൂടി ഉണരാനുള്ള ഒരൊറ്റ ഗ്രൂപ്പ് മാത്രമേയുള്ളൂ. അത് രക്ഷിക്കപ്പെട്ടവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്, ദൈവകൃപ ഏറ്റെടുത്തവരാണ്. ഇനിയും ഉണരാനുള്ളത് അവർ മാത്രമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ ശക്തികളൊക്കെ എങ്ങനെ അധികാരം പിടിക്കണമെന്ന് ചിന്തിച്ച് വ്യത്യസ്തമായ പദ്ധതികളുമായി അവർ ഉണർന്നു കഴിഞ്ഞു. മതങ്ങൾ അവരുടേതായ നിലയ്ക്ക് ഉണർന്നു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ട നാം പലപ്പോഴും യോനയെപ്പോലെ സാഹചര്യങ്ങൾക്കകത്ത് ചുരുണ്ടുകൂടി കിടക്കുകയാ. ഇവിടെ കപ്പൽ പ്രമാണി പറയുന്ന ഓരോ പദങ്ങളും അർത്ഥവത്താണ്, നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകനായ യോനയോട് കപ്പൽ പ്രമാണി പറയുകയാ, നീ ഉറങ്ങുന്നത് എന്താ? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് നമ്മോട് ചോദിക്കുവാനുള്ള ചോദ്യവും ഇതാണ്. ഇത്രയും പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ എങ്ങനെയാ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവവിതലേ നിനക്ക് മുൻപിലോട്ട് പോകുവാനായി കഴിയുന്നത്? ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. സമസ്ത മേഖലകളിലും ഒരു എഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അടുത്ത പദം ഇതാണ്: എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. ആമേൻ. പ്രവാചകനോട് കപ്പൽ പ്രമാണി പറയുന്ന ആലോചനയാണ്, എഴുന്നേൽക്കുക, നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. മറ്റേത് കാലത്തെക്കാളും ദൈവത്തോടടുത്തു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആമേൻ, എഴുന്നേറ്റ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ട കാലത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇന്ന് രാവിലെ ഈ തിരുവചനത്തിൻ്റെ മുൻപിൽ
നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? കപ്പൽ പ്രമാണിക്ക് പ്രവാചകനോട് പറയുവാനുള്ള ആലോചന ഇതാണ്. എന്താ നീ മാത്രം ഉറങ്ങുന്നത്? സഹോദര, എഴുന്നേൽക്കുക. ആരാധനയിൽ, പ്രാർത്ഥനയിൽ, തിരുവചന ധ്യാനത്തിൽ, ദൈവകൃപയിൽ നമുക്കൊന്ന് എഴുന്നേൽക്കാമോ? പുതപ്പ് വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് തിമായിയുടെ മകനായ ബർത്തിമായി ചാടി എഴുന്നേറ്റതുപോലെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് രാവിലെ ഒരു എഴുന്നേൽപ്പ് ദൈവം നൽകി തരട്ടെ. അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. എഴുന്നേറ്റ് നിന്റെ വഴിക്ക് പോവുക എന്നല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അടുത്ത പദം, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന്. നാശത്തിന്റെ വക്കിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ശത്രു നശിപ്പിക്കുമെന്ന് പറയുന്ന ശബ്ദം നിങ്ങളുടെ കാതുകളിൽ വീണുകൊണ്ടിരിക്കുന്നെങ്കിൽ, രോഗവും കടഭാരവും ദുഃഖവും സങ്കടവും ആകുലതകളും നിലനിൽപ്പിന് എതിരായി വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ, ആമേൻ, നാം ഉണർന്നാൽ, നാം എഴുന്നേറ്റാൽ, ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചാൽ, 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഉണരണം, എഴുന്നേൽക്കണം, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. എന്താ സംഭവിക്കും? നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, അനർത്ഥം നമ്മെ ഇല്ലാതാക്കി കളയേണ്ടതിന്, പ്രതിസന്ധികൾ നമ്മെ വിഴുങ്ങിക്കളയാതിരിക്കേണ്ടതിന്, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മീതെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട മിനിറ്റുകളായി തീരട്ടെ. കർത്താവ് വൻ കാര്യങ്ങളെ തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യും. അപ്പോൾ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒന്നും അറിയാതെ ചുരുണ്ടുകൂടി കിടക്കുന്ന യോനാ പ്രവാചകനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് കപ്പൽ പ്രമാണി പറയുകയാ, നീ മാത്രം ഉറങ്ങുന്നത് എന്ത്? ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ഉണർവ് നമ്മിൽ നടക്കട്ടെ. 2 പറയുകയാ, നീ ഉണർന്നാൽ മാത്രം പോരാ, എഴുന്നേൽക്കണം. വചനം നമ്മുടെ ജീവിതത്തിൽ ഉണർവ് കൊണ്ടുവരും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണർവ് കൊണ്ടുവരും. കൂട്ടായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണർവ് കൊണ്ടുവരും. പരിശുദ്ധാത്മാവിന്റെ ചലനം നമ്മുടെ ജീവിതത്തിൽ ഉണർവിനെ കൊണ്ടുവരും. എന്നാൽ ആ ഉണർത്തപ്പെട്ട സ്ഥലത്ത് നമ്മൾ ഇരിക്കുകയോ കിടക്കുകയോ അല്ല ചെയ്യേണ്ടത്, എഴുന്നേൽക്കണം. ചിലരെ കൈക്ക് പിടിച്ച് ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുന്ന, പെട്ടുപോയ, അകപ്പെട്ടുപോയ ഇടങ്ങളിൽ നിന്ന് ഒരു എഴുന്നേൽപ്പ് നൽകി തരുന്ന മണിക്കൂറുകളാകട്ടെ. നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഹൃദയം തുറന്ന് ഹൃദയംഗമായി ദൈവത്തോട് നിലവിളിക്കുവാൻ കഴിയുന്നൊരു നല്ല പകലായി തീരട്ടെ. അടുത്ത കാര്യം പറയുകയാ, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന്. ആമേൻ. ഉണരുവാനും എഴുന്നേൽക്കുവാനും പ്രാർത്ഥിക്കാനും നാം തുടങ്ങിയാൽ നാശത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന്, പ്രതിസന്ധി നമ്മെ വിഴുങ്ങിക്കളയാതിരിക്കേണ്ടതിന്, പ്രശ്നങ്ങൾ നമ്മെ ഇല്ലാതാക്കി കളയാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ കടാക്ഷിക്കും. നിശ്ചയമായിട്ടും ദൈവം ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന, ദൈവം ചില വിഷയങ്ങളെ കടാക്ഷിക്കുന്ന നല്ലൊരു പ്രഭാതമായി തീരട്ടെ. ഈ ദിവസത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? മറക്കരുത്. ഉറങ്ങിക്കിടന്ന യോനയോട് പറയുകയാ, ഉറങ്ങുന്നത് എന്ത്? ഉണരുക, എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക. 3 കാര്യം: ഉണരുക, എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക. ആമേൻ. നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം വഴി കണ്ടിട്ടുണ്ട്. നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം വഴി തുറന്നു തരും. പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന
മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും. ആമേ. ഇത് ഉണരുകയും എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആത്മപ്രവൃത്തിയുടെ പകലായി തീരട്ടെ. ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി. കരുണയുള്ള കരങ്ങളിൽ വഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.